ഡോക്ടർ അരുൺ, നിങ്ങളിപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് 14 മിനിറ്റ് നിങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അതിൽ പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളങ്ങ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ തുടക്കത്തിൽ നിങ്ങൾ കാണിച്ചതും പറയാൻ ശ്രമിച്ചതും നിങ്ങളുടെ റിപ്പോർട്ടർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നു എന്ന് പറയുന്ന ചർച്ചകളാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു എന്ന് ആരാ നിങ്ങളുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് അത് ചർച്ച ചെയ്യാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധ്യം പോലും CPM-ന് ഇല്ലായിരുന്നു എന്ന് വേണോ ഞങ്ങൾ കരുതാൻ? അല്ല, ഞാനും പറഞ്ഞോട്ടെ, എൻ്റെ ബോധ്യം ഞാൻ പറഞ്ഞോട്ടെ. അരുൺ, നിങ്ങളിങ്ങനെ പറയല്ലേ, ഞാനും പറഞ്ഞോട്ടെ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഞങ്ങൾ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേർന്നു. അതിന് ശേഷം CPM ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു, കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇന്നത് നടന്നു, ഇന്നതാണ് സംസാരിച്ചത്, ഇന്ന അഭിപ്രായങ്ങളാണ് വന്നത്, എന്തിനാ അങ്ങനെ ഒരു ഊഹങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ട ആവശ്യം? ആരാ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, സെക്രട്ടേറിയറ്റിൽ ഇന്ന ആള് ഇന്ന വിവരം തന്നു എന്ന് നിങ്ങൾ പറയണ്ടേ? എന്ത് ജനാധിപത്യ മര്യാദയെ നിങ്ങൾ അതോട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നിഷേധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ എന്നോട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രിയോട് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലൊക്കെ മാറ്റം വരണ്ടേ? ഞാനും പറയും, വളരെ തമാശ തോന്നും. തെറ്റുതിരുത്തൽ വേണമെന്ന് പാർട്ടിയുടെ സെക്രട്ടറി തീരുമാനിച്ചിട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണേ, എന്തൊരു 14 മിനിറ്റ് നിങ്ങൾ കാണിച്ചു. 14 മിനിറ്റ് മാത്രമല്ല, നിങ്ങൾ ദിവസങ്ങളോളം ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ പറഞ്ഞു, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ വിമർശിച്ചു. എന്താ ഇതിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായി അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. 19 സീറ്റുകളും നഷ്ടപ്പെട്ടു. ഞാൻ അരുണിനെ പോലെയുള്ള പാർട്ടി സംസ്ഥാന സമിതി പിരിഞ്ഞു. അങ്ങനെ ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായും അവിടെ സംഭവിക്കുക. അവിടെ സ്വാഭാവികമായും സംഭവിച്ചത് ഞങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു ആക്ഷേപവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചിട്ടില്ല. തെറ്റുതിരുത്തലിലേക്ക് കടക്കുമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്. അതിനകത്ത് എന്താ തെറ്റ്? അതൊന്നും ഞാൻ ഉന്നയിച്ചില്ലേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വാർത്തയുടെ സോഴ്സ്, ഞാൻ അരുണിനെ പോലെ കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം പലർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്കും വ്യക്തിപരമായി നല്ല ഉള്ള ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തനത്തോണ്ട് എന്താണ് ഈ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം? അല്ല, ഒരു സംശയം, നിങ്ങൾ അതിൽ നമുക്ക് വളരെ ഡീസന്റായ ഒരു ചർച്ചയാണല്ലോ. ആ ചർച്ച ഈ റിപ്പോർട്ടിൽ താങ്കളെ പ്രകോപിപ്പിച്ചതെന്താണ്? ഈ റിപ്പോർട്ടിൽ താങ്കളെ പ്രകോപിപ്പിച്ചതെന്താണെന്ന് പറയൂ. അത് കഴിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അരുണിനെതിരെ സുജയ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഇന്റേണൽ മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ പൊട്ടിത്തെറി, അങ്ങനെ തെറി വിളിച്ചു, ആക്ഷേപിച്ചു, തോന്നിവാസം വിളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അങ്ങ് പച്ചക്ക് വിളിച്ചു പറഞ്ഞ് നടന്നാൽ അതിനൊക്കെ എന്ത് അടിസ്ഥാനം ഉണ്ടാവും അരുണേ? ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ മുറികളിൽ നിങ്ങളിപ്പോ പുറത്ത് കാണിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാലോ, ചില ആളുകൾ രാഷ്ട്രീയ പക്ഷം സംസാരിക്കും, ചിലർ പച്ചക്ക് BJP ആണെന്ന് പറയും, BJP ജയിച്ചതിന് കൈയടിക്കും. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോലെയുള്ള കാണിക്ക് 7 മണി മുതൽ 7:06 വരെ നിങ്ങൾ ആ റിപ്പോർട്ടാണ് കാണിച്ചത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമല്ല, CPI-യുടെ എക്സിക്യൂട്ടീവിനെ കുറിച്ച് നമ്മുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. സമയം വല്ലാതെ വൈകുന്നു. റിപ്പോർട്ടിൽ എവിടെയാണ് വിയോജിപ്പെന്ന് വസീഫ് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാം. നോക്കൂ വസീഫെ, ഞങ്ങൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും CPI-യുടെ എക്സിക്യൂട്ടീവിൽ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സോഴ്സ് ഉപയോഗിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസാരിച്ചതെന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തണം എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ലേ തീരുമാനം? ഞാനിപ്പോ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുവെന്നോ, ഗോവിന്ദ മാഷക്കെതിരെ പറഞ്ഞുവെന്നോ, വേറെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ പറഞ്ഞുവെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല അരുണേ. ഞാൻ ആ സെക്രട്ടേറിയറ്റിൽ ഇല്ല എന്നാ പറഞ്ഞത്. ആ സെക്രട്ടേറിയറ്റിൽ ഇല്ല. ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നത് എനിക്കറിയില്ല.
എനിക്കറിയില്ല. നിങ്ങളുടെ റിപ്പോർട്ടർക്ക് എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്? അതൊന്ന് പറയണ്ടേ? എന്തിനാണ് അരുണെ ഞാൻ പറയുന്നത് നമ്മൾ ഏതായാലും ഒരു ചർച്ച തുടങ്ങുകയാണ്. നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രം ഒതുങ്ങി നിൽക്കല്ലേ? അല്ല, അതാ ചർച്ച. ശരി, അങ്ങനെയാണെങ്കിൽ പറയൂ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിട്ടില്ലേ? തെറ്റിദ്ധരുത്താൻ തീരുമാനമെടുത്തിട്ടില്ലേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ വസീഫ്. അല്ല, എനിക്കറിഞ്ഞൂടാ. ഞാൻ പാർട്ടി സെക്രട്ടറി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് മുമ്പിൽ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള NDA കഴിഞ്ഞെങ്കിലും എന്നിട്ട് ഞാൻ പറയാം. എന്നിട്ട് അതിന് അവസാനത്തിന് പറയുന്നുണ്ട്, ജനാധിപത്യത്തിന്റെ കേന്ദ്രബിന്ദു ജനങ്ങളാണ് എന്നും ജനാധിപത്യം അപകടത്തിലാകുമ്പോ അതിന് കാരണക്കാരായവരെ ജനങ്ങൾ ശിക്ഷിക്കുമെന്നും മോദിയുടെ പതനം ആവർത്തിച്ച് തെളിയിക്കുന്നു. 1977 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസിനെതിരെ ജനങ്ങൾ അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ റിപ്പോർട്ടർ കേരളത്തിൽ 3 ലക്ഷത്തോളം വോട്ടുകൾ നഷ്ടപ്പെട്ടത് BJP-ക്കാണ്. നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് BJP-യാണ്. ഞാൻ ആ കുറിപ്പ് വേണമെങ്കിൽ അരുൺ അയച്ചുതരാം. ഇപ്പോഴും എന്റെ ചോദ്യത്തിലേക്ക് വന്നില്ല. നോക്കൂ, തിരുത്താൻ വേണ്ടിയുള്ള തീരുമാനം നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടില്ലേ എന്നതാണ് എന്റെ ചോദ്യം. സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അരുണെ, നിങ്ങളെപ്പോലെയുള്ള ഒരു മിടുക്കനായ മാധ്യമ പ്രവർത്തകൻ ചോദിക്കണ്ടേ, ഏത് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഈ ചർച്ച ഇങ്ങനെ നടത്തിയത്? ഇതാണ് അവിടെ അഭിപ്രായം ഉണ്ടായത്. എന്താണ് ഈ പറയുന്നത്? ഏതെങ്കിലും കാലത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 10:30 AK ബാലൻ എഴുന്നേറ്റ് അല്ലെങ്കിൽ 10:45 MP രാജേഷ് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇതൊക്കെ സംസ്ഥാന സെക്രട്ടറിയിൽ നടന്ന ചർച്ചകളാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. നിങ്ങൾ നിഷേധിക്കൂ. തെറ്റ് തിരുത്തണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയായില്ല. കേരളത്തിലെ തോൽവി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തില്ല എന്നാണ് വസീഫിന്റെ നിലപാട്. ഞാൻ എങ്ങനെ പറയാം? വസീഫ് നോക്കൂ, തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് താങ്കളുടെ നിലപാടെങ്കിൽ താങ്കൾ പറയൂ. അല്ല, തെരഞ്ഞെടുപ്പ് വിഷയം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിലെ വിജയപരാജയങ്ങൾ, വോട്ട് കുറഞ്ഞതും കൂടിയതും ഒക്കെ ചർച്ച ചെയ്തോ ഇല്ലേ എന്നുള്ളത് ആ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതിന്റെ സംസ്ഥാന പറയാ. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ മറ്റ് അജണ്ട ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അടുത്ത ദിവസം അടുത്ത സെക്രട്ടേറിയറ്റ് നടക്കുമ്പോൾ അത് ചർച്ച ഈ രീതിയിലാണ്. അപ്പോൾ തികച്ചും CPI അടക്കം കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കം രാജ്യസഭയ്ക്ക് വേണ്ടി സമ്മർദ്ദം മുറുകുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗീവർഗീസ് കുറിലോസ് തിരുമേനിയുടെ അടക്കം പ്രസ്താവന ഒരു വശത്ത് നിൽക്കുന്നു. ഇതൊക്കെ വിവാദമായി തീരുന്നൊരു ഘട്ടത്തിൽ പാർട്ടിയിൽ ഇങ്ങനെ തന്നെ മതിയോ തെറ്റിത്തിരുത്തൽ? ഇന്ന് ദില്ലിയിൽ ചൂട് കൂടുതലാണെന്നല്ലേ എന്നൊരു മറുപടിയോട് കൂടിയാണോ ഈ സീറ്റ് കുറഞ്ഞതിനോടുള്ള ചോദ്യത്തെ മുഖ്യമന്ത്രി പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ മറുപടി നൽകേണ്ടത്? അരുണെ, ഓരോ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുന്നതിന് ഇങ്ങനെ ഓരോ സമയത്തും അഭിപ്രായം പറഞ്ഞ് മറുപടി പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണോ വേണ്ടത് എന്നാണോ നിങ്ങൾ പറയേണ്ടത്? അതൊക്കെ ഓരോ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാറുണ്ട്, അത് പറയുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്ന് വാശി പിടിക്കരുത്. അദ്ദേഹത്തിന്റെ സൗകര്യമാണ്, അതേപോലെ ആ പാർട്ടിയുടെ സൗകര്യമാണ്. മോദിയെ കുറിച്ച് പറഞ്ഞത് അതുപോലെയാണോ കേരളത്തിൽ? അതുപോലെയാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളിൽ പലരും ശ്രമിച്ചു എന്നുള്ളതാ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ മോഡി പത്രസമ്മേളനം നടത്തുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതും ഒരുപോലെയാണോ? അതുപോലെയാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് മറുപടി. പ്രശ്നം അല്ല വസീഫെ, നിങ്ങളൊരു മനുഷ്യനെ കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ ബോധപൂർവമായി ആക്ഷേപിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, AK ആന്റണി 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ AK ആന്റണിയോട് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് AK ആന്റണി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ രാജിവെക്കുന്നു, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് AK ആന്റണിയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ ഭവനത്തിലെ ഏതെങ്കിലും ആലയെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ. അതൊക്കെയല്ലേ നിങ്ങളുടെ ഒരു രീതി?
എങ്ങനെ എന്താണ് വസീഫ ഈ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ LDF-ന് ഇത്ര കൃത്യമായ ഒരു വിധിയും മുന്നറിയിപ്പും നൽകിയിട്ടും അത് നിങ്ങൾ അടക്കമുള്ള LDF-ലെ പ്രവർത്തകർക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാണ്? എനിക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് വരാം. ഷോർട്ട് ബ്രേക്ക്. മാധ്യമങ്ങൾക്ക് ചില പങ്കുണ്ട്, ചില അജണ്ടയില്ല, അതിലൊരു തർക്കവുമില്ല. Debate with Arun Kumar.